ഹലോ ഗായ്സ്, അപ്പോൾ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന ഈ മലമുകളിൽ നിന്നും അക്ഷരനഗരിയിലേക്കുള്ളൊരു യാത്രയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെങ്കിലും സ്വന്തം വീട്ടിലേക്കുള്ള മടക്കയാത്ര, ആ ഒരു യാത്രയ്ക്ക് പ്രത്യേക ഒരു അനുഭവമാണ് ഉള്ളത്. നമ്മളെപ്പോഴും വരാനുള്ള സ്ഥിര സ്ഥലത്ത് വന്ന് നമ്മൾ കാപ്പി കുടിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ടാവാം ഇപ്പോൾ ഒരു നല്ല ഇളം വെയിലുണ്ട്. ഈ ഇളം വെയിലിൽ കൂടി ഞങ്ങളിങ്ങനെ പോവാണ്. ഈ വഴി നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചെന്ന് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്, അരുവിത്തറ സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. നമ്മൾ പള്ളി ഗേറ്റിൻ്റെ അവിടെ എത്തി. നമ്മളെപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും പള്ളി കയറിയിട്ടോ നമ്മൾ പോവുകയുള്ളൂ, കാരണം നമുക്ക് അത്രയും വിശ്വാസമാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഞങ്ങൾ എണ്ണയെല്ലാം ഒഴിച്ചു. മനസ്സിന് വല്ലാത്തൊരു ശാന്തതയും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിച്ചു. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എന്താ വെച്ചാൽ കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ അത് ഫുള്ളൊന്ന് ചുറ്റി കണ്ടു. അങ്ങനെ കുറേ മനോഹരമായ നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുത്ത് കുറേ നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ അവിടെയെല്ലാം ഒന്ന് ചുറ്റി നോക്കി കണ്ടു. കുറേ നേരം അവിടെ നിന്നു. ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ സങ്കടങ്ങൾ പോകുന്ന പോലെയൊക്കെ തോന്നി. മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചൊരു അനുഭവമാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്നുകൂടി നോക്കി കണ്ടു. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ്. പിന്നെ നമുക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, തിരക്കായിപ്പോയി. നമ്മളൊരു 7 മണിയായപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേ നമ്മളെ നോക്കി വീട്ടുകാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ രാത്രി ആയതുകൊണ്ട് വേറൊന്നും ഫുഡൊന്നും കഴിച്ചില്ല. ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ ചെന്ന് നമുക്ക് വേണ്ടി നോക്കി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു നോക്കി ഇരിക്കുമായിരുന്നു. ആക്ച്വലി ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. 2-3 ദിവസം മുന്നേ ആയിരുന്നു, എങ്കിലും ആരും ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നതുകൊണ്ട് അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടിപ്പോൾ വീണ്ടും 38 വർഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെയും സന്തോഷത്തോടെയും കടന്നൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നൊരു വർഷമാണ് ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. കട്ട് ചെയ്തു. അവർക്കൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റി. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൈഫിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ 2 പേര് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ ചെന്ന് ഇതൊക്കെ സെലിബ്രേഷൻ ചെയ്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഹാപ്പിയായി ദിവസം തീർന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.